ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 70 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 71ാമത്തെ ദശകമാണ്. അപ്പോ 71ാമത്തെ ദശകം എന്ന് പറയുന്നത് കേശീവധവും വ്യോമാസുര വധവുമാണ്. ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. ഈ ശ്ലോകങ്ങളെല്ലാം ഇന്ദ്രവജ്ര, ഉപജാതി എന്നീ വൃത്തങ്ങളിൽ മാറി മാറി ഇടകലർന്നാണ് ഉള്ളത്. അതായത് ചില ശ്ലോകങ്ങൾ ഇന്ദ്രവജ്ര വൃത്തത്തിലാണെങ്കിൽ ചില ശ്ലോകങ്ങൾ ഉപജാതി എന്ന വൃത്തത്തിലാണുള്ളത്. ഇത് ഇടകലർന്നിട്ടാണുള്ളത്. അപ്പൊ ഞാൻ ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും അതിന്റെ മുകളിൽ എഴുതി കാണിക്കാം അത് ഏത് വൃത്തമാണ് എന്നുള്ളത്. പിന്നെ എല്ലാവരും നമ്മുടെ ഗ്രേറ്റ് ഫാമിലി ചാലഞ്ച് എന്ന പരിപാടി കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ മനോരമ മാക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ സബ്സ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല, കഴിഞ്ഞ എപ്പിസോഡുകളാണല്ലോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ എപ്പിസോഡ് 14 ആൻഡ് 15 ഈ രണ്ടിലും ഞങ്ങൾ ഉണ്ട്. 14, 15 എപ്പിസോഡുകളിൽ 2 എപ്പിസോഡുകളിലും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കാണണം. അപ്പോ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശി സ ഭോജേഷി തുരിഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശി സ ഭോജേഷി തുരിഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. 71ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എല്ലാ പ്രയത്നങ്ങളിലും ഫലം ഉണ്ടാക്കുന്നവനായ, അല്ലെങ്കിൽ എല്ലാ ദുഷ്പ്രവർത്തികളിലും എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കുന്നവനായിട്ടുള്ള കേശി എന്ന അസുരൻ. ആ കേശി എന്ന അസുരൻ എന്ന് പറയുന്നത് ഭോജരാജാവായ കംസന്റെ പ്രിയ സുഹൃത്ത്, പ്രിയ ബന്ധു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പ്രിയ തോഴൻ, പ്രിയ ബന്ധു. കംസന് ഏറ്റവും ഇഷ്ടമുള്ള ബന്ധുവാണ് ഈ കേശി എന്ന അസുരൻ. അപ്പൊ അങ്ങനെയുള്ള ആ അസുരൻ കംസന്റെ നിയോഗം എന്നോണം കൃഷ്ണന്റെ മുന്നിലെത്തി എന്നാ പറയുന്നത്. അപ്പൊ കംസന്റെ നിയോഗം എന്ന് പറഞ്ഞാൽ കംസന് എന്താണ് ആഗ്രഹം? കംസൻ ഒരൊറ്റ ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണനെ എങ്ങനെയെങ്കിലും വധിക്കുക എന്നുള്ളതാണ് കംസന്റെ ലക്ഷ്യം, അല്ലെ? ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് അറിഞ്ഞ നാള് തൊട്ട്, അതായത് ഭഗവാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഭഗവാനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് കംസൻ. അപ്പോ ആ കംസന്റെ നിയോഗം കൃഷ്ണനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേശിയെയും കംസൻ കൃഷ്ണന്റെ അടുക്കലേക്ക് അയക്കുന്നത്. പിന്നെ അടുത്ത വരികളിലായിട്ട് പറയുന്നത് സിന്ധുജ വാപ്യ എന്ന് പറയുന്നുണ്ട്. സിന്ധുജ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിക്ക് പ്രാപ്യമായ മഹാവിഷ്ണു എന്ന് പറയുന്നുണ്ട്. അതായത് സിന്ധു ദേശത്തിൽ ജനിച്ചവൾ, അല്ലെങ്കിൽ സിന്ധു കടലിൽ ജനിച്ചവൾ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പൊ സിന്ധുജ വാപ്യ, അങ്ങനെ സിന്ധുജയ്ക്ക് പ്രാപ്യമായവൻ ആയതുകൊണ്ടാവണം ഈ കേശി എന്ന അസുരൻ സിന്ധുജ വാജ്യരൂപ എന്ന് പറയുന്നുണ്ട്. അത് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഭട്ടതിരിപ്പാട് ചെയ്തിരിക്കുകയാണ്. സിന്ധുജ വാപ്യ, സിന്ധുജ വാജ്യരൂപ. ഒരു കുതിരയുടെ രൂപം എടുത്ത് ഭഗവാന്റെ മുന്നിലേക്ക്, കൃഷ്ണന്റെ മുന്നിലേക്ക് കേശി എത്തി എന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. എല്ലാ പ്രയത്നങ്ങളിലും ഫലം കണ്ടെത്തുന്ന സമർത്ഥനായിട്ടുള്ള കംസന്റെ പ്രിയ തോഴനും ബന്ധുവുമായിട്ടുള്ള കേശി എന്ന അസുരൻ കംസന്റെ നിയോഗം അനുസരിച്ച് ഭഗവാന്റെ മുന്നിലെത്തി സിന്ധുജ വാപ്യ, സിന്ധുജയ്ക്ക് പ്രാപ്യമായ മഹാവിഷ്ണു ആയതുകൊണ്ടാവണം സിന്ധുജ വാച്യ രൂപ, കുതിരയുടെ രൂപം എടുത്ത് ആ അസുരൻ ഭഗവാന്റെ മുന്നിലേക്ക് വന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈർനാദൈ സമുദ്വേജിത സർവലോക ഭവദ്വിലോകാവതി ഗോപവാടീം പ്രമർദ്ധ്യ പാപ പുനരാപതത്
त्वाम् गन्धर्वतामेष गतोऽपि रूक्षैर्नादै समुद्वेजित सर्वलोक भवद्विलोकावति गोपवाडी प्रमर्द्य पाप പുനരാപതത്വാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പാപിയായ കേശി ഗന്ധർവഭാവം എടുത്തിട്ട് പോലും, ഇവിടെ ഗന്ധർവഭാവം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുതിരയുടെ വടിവ് എന്നാണ്. ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ ആരാണ്? മനോഹരമായി പാടുന്നവരാണ് അല്ലെ? ഗന്ധർവന്മാരൊക്കെ സംഗീതജ്ഞരാണെന്നാണ് പറയുക. അപ്പൊ അങ്ങനെ മധുരമായിട്ടുള്ള ശബ്ദം വേണ്ടതാണ്. പക്ഷെ ഇവിടെ ഗന്ധർവഭാവം സ്വീകരിച്ചിട്ട് കൂടി, കുതിരയുടെ വടിവ് എടുത്തിട്ട് കൂടി ഭയങ്കരമായിട്ടുള്ള അലർച്ച കൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഈ കേശി, ദുഷ്ടനായിട്ടുള്ള കേശി ഭയപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ ലോകമാകെ ആ അലർച്ച കേട്ട് പേടിച്ച് വിറച്ചു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കേശി ഭഗവാനെ കാണുന്നത് വരെ അവിടെയുള്ള ഗോകുലത്തിലേക്കാണല്ലോ കയറി പോകുന്നത്, അവിടെയുള്ളവരെ ഒക്കെ മർദ്ദിച്ചു. ഭഗവാനെ കണ്ടെത്തുന്നത് വരെ അവൻ അവന്റെ ക്രൂര കൃത്യങ്ങൾ തുടർന്നു. എന്നിട്ട് ഭഗവാനെ കണ്ടപ്പോഴോ ഭഗവാന്റെ നേർക്ക് ചാടി വീണു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പാപിയായ കേശി ഗന്ധർവഭാവം എടുത്തിട്ട് പോലും ക്രൂരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അലർച്ച കൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തി. ഭഗവാനെ കണ്ണിൽ കാണുന്നത് വരെ അവൻ അവിടെയുള്ള ഗോപാലകന്മാരെ ഒക്കെ മർദ്ദിച്ചു. എന്നിട്ട് ഭഗവാനെ കണ്ടപ്പോഴോ ഭഗവാന്റെ നേർക്ക് ചാടി വീണു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. താർക്ഷ്യാർപ്പിതാം ഘ്രേസ്തവ താർക്ഷ്യയേഷ ചിക്ഷേപ വക്ഷോ ഭുവി നാമപാദം ഭൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത്. താർക്ഷ്യാർപ്പിതാം ഘ്രേസ്തവ താർക്ഷ്യയേഷ ചിക്ഷേപ വക്ഷോ ഭുവി നാമപാദം ഭൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് താർക്ഷ്യരൂപം എടുത്തവനാണ് കേശി എന്ന് പറയുന്നുണ്ട്. അപ്പൊ താർക്ഷ്യരൂപം എന്ന് പറഞ്ഞാലും അശ്വരൂപം അല്ലെങ്കിൽ കുതിരയുടെ രൂപം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ആ കുതിരയുടെ രൂപം എടുത്ത കേശി ഭൃഗു മഹർഷിയുടെ കഥ കേട്ടിട്ടുണ്ട്. അതായത് ഭൃഗു മഹർഷി ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയത് നമുക്കറിയാം അല്ലെ? വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടി. അങ്ങനെയാണ് ഭഗവാന്റെ നെഞ്ചിലെ ശ്രീവത്സം എന്നുള്ള ആ പാടുള്ള കാര്യം നമുക്കറിയാം. അപ്പോ അങ്ങനെ ഭൃഗു മഹർഷി ചവിട്ടിയ കഥ കേട്ടിട്ടാണോ എന്ന് തോന്നും പോലെ, അല്ലെങ്കിൽ ആ ഒരു അജ്ഞത കൊണ്ട് ഭഗവാനെ ചവിട്ടാനായിട്ട് കാലോങ്ങാണ്. അപ്പൊ അവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഗരുഡന്റെ മേൽ തന്റെ പാദം പതിക്കുന്ന ഭഗവാനെ അങ്ങയുടെ നേർക്ക് ആ കേശി പാദം പതിപ്പിക്കാൻ ഓങ്ങി, അല്ലെങ്കിൽ ചവിട്ടാനായിട്ട് പോയി. ഇടത് കാല് കൊണ്ട് ചവിട്ടാൻ ഓങ്ങി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ചവിട്ടാൻ ഒരുങ്ങി എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ വാഹനാണ് ഗരുഡൻ. ആ ഗരുഡന്റെ മേലെ പാദം വെക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഗരുഡന്റെ മേൽ പാദം വെക്കുന്ന ഭഗവാന്റെ മേൽ പാദം വെക്കാൻ, അവിടെയും പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ആ വരി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അപ്പൊ അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. കുതിരയുടെ വടിവെടുത്ത കേശി എന്ന അസുരൻ ഭൃഗു മഹർഷിയുടെ കഥ കേട്ടിട്ട് അതുപോലെ തനിക്കും സാധിക്കും എന്ന് ഉള്ള അജ്ഞത കൊണ്ടാവാം, അല്ലെങ്കിൽ എന്ന് തോന്നും വിധമാവാം, ആ അസുരൻ ഭഗവാനെ ചവിട്ടാനായിട്ട് കാലോങ്ങി. തന്റെ ഗരുഡന്റെ മേൽ പാദം പതിപ്പിക്കുന്ന, തന്റെ വാഹനമായ ഗരുഡന്റെ മേൽ പാദം പതിപ്പിക്കുന്ന ഭഗവാന്റെ നെഞ്ചിൽ പാദം പതിപ്പിക്കാൻ ആ അസുരൻ ഒരുങ്ങി എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ജലം ദ്രാഗമും ച ചിക്ഷേപിത ദൂരദൂരം സമൂർച്ഛിതോപി ഹ്യതി മൂർച്ഛിതേന ക്രോധോഷ്മണാ ഖാദിതുമാതൃതസ്ത്വാം. പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ജലം ദ്രാഗമും ച ചിക്ഷേപിത ദൂരദൂരം
സമൂർച്ഛിതോऽപി ह्यतिमूर्छितेन ക്രോധോഷ്മണാ ഖാദിതുമാതൃതസ്ത്വാം. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ അസുരന്റെ പ്രഹരം ഭഗവാന്റെ നേർക്ക് ഇങ്ങനെ അടുത്തപ്പോ ആ കുളമ്പിന്റെ അറ്റം തന്റെ ശരീരത്തിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാലിൽ തന്നെ കയറി പിടിച്ച് വളരെ ദൂരേക്ക് ആ അസുരനെ ഭഗവാൻ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ നമുക്കറിയാം കുതിരയുടെ ചവിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അത് നല്ല ശക്തിയാണ് കുതിരയ്ക്ക്. അപ്പൊ ആ കുതിരയുടെ പ്രഹരം ഏറ്റാൽ ആലോചിക്കൂ, ആ ഭഗവാൻ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരു ബാലനാണ് ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെയാണ് ചവിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളുടെ നേർക്ക് ഇതുപോലെ കുതിരയോ അങ്ങനെ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പക്ഷെ ഇത് സാക്ഷാൽ ഭഗവാനാണ്, അല്ലെ? ആ പരബ്രഹ്മം തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ അത് കേശിക്ക് തന്റെ അജ്ഞത കൊണ്ട് അറിയില്ല. അപ്പൊ ആ ബാലനെ ചവിട്ടാനായിട്ട് ഇങ്ങനെ കാലോങ്ങി ഭഗവാനെ ചവിട്ടാനായിട്ട് ഓങ്ങി. എന്നാൽ ഭഗവാൻ ആ കാല്, ആ കുളമ്പിന്റെ അറ്റം പോലും തന്റെ ശരീരത്തില് സ്പർശിച്ചില്ല. അതിനു മുമ്പ് തന്നെ ആ കാലിൽ പിടിച്ചിട്ട് ആ കേശി അങ്ങനെ ദൂരത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ സമയത്ത് അവന് ബോധക്കേടുണ്ടായി. പക്ഷെ എങ്കിലും ബോധം വന്നപ്പോൾ ഭഗവാനെ വിഴുങ്ങാനുള്ള, അങ്ങനെ ബോധം കെട്ട് വീണപ്പോ വാശിയും കൂടി വന്നു. വാശിയും അതിയായിട്ടുള്ള കോപവും ഒക്കെ കൊണ്ട് ഭഗവാനെ വിഴുങ്ങാനായിട്ട് ഭഗവാന്റെ നേർക്ക് അങ്ങോട്ട് പാഞ്ഞെടുത്തു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഈ കേശി എന്ന അസുരന്റെ കാല്, ആ കുളമ്പ് പോലും തന്റെ ശരീരത്തെ സ്പർശിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അതിൽ കടന്നു പിടിച്ച് ചുറ്റി അങ്ങോട്ട് ദൂരത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ബോധക്കേട് ഉണ്ടായെങ്കിലും ബോധം തിരിച്ചു വന്നപ്പോൾ അതിയായിട്ടുള്ള കോപത്തിൽ ഭഗവാനെ വിഴുങ്ങാനായി ഭഗവാന്റെ നേർക്ക് പാഞ്ഞെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വം വാഹദണ്ഡേ കൃദതീശ്ച വാഹാദണ്ഡം യദാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗദാസു സപ്തി ഭവന്നപ്യയമൈക്യമാഗാത്. ത്വം വാഹദണ്ഡേ കൃദതീശ്ച വാഹാദണ്ഡം യദാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗദാസു സപ്തി ഭവന്നപ്യയമൈക്യമാഗാത്. അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഭഗവാൻ ഈ കേശിയെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ കേശി ഇങ്ങനെ വായും പിളർന്ന് ഭഗവാനെ വിഴുങ്ങാനായിട്ടാണ് വരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അല്ലെ? അപ്പൊ ഇങ്ങനെ വായും പിളർന്ന് ഭഗവാന്റെ അടുക്കലേക്ക് ഇങ്ങനെ പാഞ്ഞെടുത്തപ്പോ ഭഗവാൻ തന്റെ കൈ കൊണ്ട് ആ അസുരന്റെ വായ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ആ കൈയെ പെരുപ്പിച്ചു, എന്നുവെച്ചാൽ കൈ വലുതാക്കി. വലുതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടും, അല്ലെ? അങ്ങനെ ശ്വാസം മുട്ടി ആ അസുരൻ മരണത്തിന് കീഴടങ്ങി. അതായത് ആ അസുരനെ ഭഗവാൻ വധിച്ചു. എന്നിട്ട് ആ അസുരൻ ഏകത്വത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ അസുരന് മുക്തി ലഭിച്ചു എന്ന് സാരം. അപ്പോൾ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാൻ ആ അസുരനെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. വായും പിളർന്ന് തന്നെ വിഴുങ്ങാനായി വരുന്ന ആ കേശി എന്ന അസുരന്റെ വായിലേക്ക് തന്റെ കൈ മുഷ്ടി ചുരുട്ടി അകത്തേക്ക് ഇടിച്ചു. എന്നിട്ട് കൈ പെരുപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ശ്വാസം മുട്ടി ആ അസുരൻ മരണത്തിന് കീഴടങ്ങി. അങ്ങനെ ആ അസുരന് മുക്തി ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാസ്ത്വാം തുഷ്ടുവു കേശവനാമധേയം. ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാസ്ത്വാം തുഷ്ടുവു കേശവനാമധേയം. സാധാരണ നമ്മള് യാഗങ്ങൾ നടത്താറുള്ളത് ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ദേവന്മാർക്ക് അശ്വമേധ യാഗം നടത്തുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ കേശി എന്ന അസുരൻ അശ്വരൂപം എടുത്തവനാണ്, അല്ലെ? കുതിരയുടെ രൂപം എടുത്തവനാണ്. അപ്പോൾ അവനെ വധിച്ചപ്പോൾ
ഒരു അശ്വമേധ യാഗം നടത്തുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ആ ദേവന്മാർക്ക് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ഭഗവാനെ വളരെയധികം സ്തുതിച്ചു. അപ്പൊ കേശി എന്ന അസുരനെ വധിച്ചത് കൊണ്ട് തന്നെ ഭഗവാനെ കേശവ എന്ന പേര് വിളിച്ചിട്ടാണ് ദേവന്മാർ സ്തുതിച്ചത് എന്നാ പറയുന്നത്. അപ്പോൾ കേശി എന്ന അസുരനെ വധിച്ചത് കൊണ്ടാണ് ഭഗവാന് കേശവൻ എന്നുള്ള പേര് കൂടി ലഭിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ 6ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അശ്വമേധ യാഗം നടത്തിയ സന്തോഷമാണ് കേശി എന്ന അശ്വരൂപം എടുത്ത അസുരനെ വധിച്ചപ്പോൾ ദേവന്മാർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം സന്തോഷത്തിലായി. ഭഗവാനെ അവര് പലതും പറഞ്ഞ് വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ കേശവ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാനെ അവര് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. കംസായ തേ ശൗരി സുതത്വമുക്ത്വാ തം തത്വതോത്കം പ്രതിരുദ്ധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ. കംസായ തേ ശൗരി സുതത്വമുക്ത്വാ തം തത്വതോത്കം പ്രതിരുദ്ധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ. 7ാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് കേശിയെ കംസൻ ഭഗവാന്റെ അടുത്തേക്ക് അയക്കാനുണ്ടാവുന്ന കാരണമാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ നാരദ മഹർഷി കംസന്റെ അടുക്കലെത്തി. എന്നിട്ട് കംസനോട് പറയാണ് വസുദേവ പുത്രനാണ് കൃഷ്ണൻ എന്നുള്ളത്. അതായത് ദേവകിയുടെയും വസുദേവന്റെയും 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്നുള്ളതായിരുന്നല്ലോ കംസൻ കേട്ടിരുന്ന അശരീരി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണനെ അന്വേഷിച്ച് നടക്കുകയാണ് കംസൻ ചെയ്യുന്നത്. അപ്പോൾ ആ കൃഷ്ണൻ വസുദേവരുടെ പുത്രനാണ് എന്ന് നാരദൻ കംസനെ അറിയിക്കുകയാണ്. എല്ലാം കണ്ടോ, ഇതൊക്കെ ഒരു ഭഗവാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വരികയാണ്. അറിയേണ്ടുന്ന സമയത്ത് കംസൻ ഈ കാര്യങ്ങൾ യഥാസമയം അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നാരദ മഹർഷിയിലൂടെ കംസൻ ഇതറിഞ്ഞു. കംസൻ ഇതറിഞ്ഞ സമയത്ത് എന്താ ചെയ്തെന്നറിയാമോ? വസുദേവരെ കൊല്ലാനായിട്ട് ഒരുമ്പെട്ടു. അതായത് കൃഷ്ണന്റെ അച്ഛനെ കൊല്ലാനായിട്ട് ഒരുമ്പെട്ടു. അപ്പോൾ നാരദ മഹർഷി തന്നെ കംസനെ അതിൽ നിന്നും തടഞ്ഞു. അപ്പോൾ ഇത് കേട്ടത് കൊണ്ടാണ് കംസൻ എന്ത് ചെയ്യുന്നത്? വേഗം തന്നെ കേശിയെ രാമകൃഷ്ണന്മാരെ വധിക്കാൻ, ബലരാമനെയും കൃഷ്ണനെയും വധിക്കാനായിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ കേശി വധം കഴിഞ്ഞ സമയത്ത് നാരദ മഹർഷിയും ഭഗവാനെ സ്തുതിച്ചു എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കേശിയെ രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് അയക്കാനുള്ള ഇടയായ സാഹചര്യം, കേശിയെ രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് അയക്കാനിടയായ സാഹചര്യം വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്. നാരദ മഹർഷി കംസനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ നാരദ മഹർഷി കംസനോട് പറഞ്ഞു വസുദേവ പുത്രനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ വസുദേവരെ കൊല്ലാനായിട്ട് ആ ദുഷ്ടനായ അസുരൻ ഒരുങ്ങി. അപ്പോൾ നാരദ മഹർഷി തന്നെ അയാളെ തടഞ്ഞു. അപ്പോൾ ഇവരെ വധിക്കാനായി കേശിയെ അയക്കുകയാണ് കംസൻ ചെയ്തത്. അങ്ങനെ കേശി നിഗ്രഹം കഴിഞ്ഞപ്പോൾ നാരദ മഹർഷിയും ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോ പരോധി. കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോ പരോധി. 8ാമത്തെ ശ്ലോകത്തില് വ്യോമാസുരന്റെ നിഗ്രഹത്തിന്റെ കഥ ആരംഭിക്കുകയാണ്. അപ്പോൾ വ്യോമാസുരൻ എന്ന അസുരൻ മയൻ എന്ന അസുരന്റെ പുത്രനാണ്. മായാവിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പലതരം മായാവിദ്യകള് ആർക്കറിയാം? ഈ വ്യോമാസുരന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പല രൂപങ്ങൾ എടുക്കാനും ഒളിച്ചിരിക്കാനും ഒക്കെ ഈ അസുരന് സാധിക്കും. അപ്പൊ ഈ വ്യോമാസുരൻ ഭഗവാനെ വധിക്കാനായിട്ട്, കൃഷ്ണനെ വധിക്കാനായിട്ട് അവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പൊ കൃഷ്ണനും കൂട്ടുകാരും എന്താ ചെയ്യുന്നത്? അവര് നിലായന ക്രീഡയിലായിരുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ നിലായന ക്രീഡ എന്ന് പറയുന്നത്? അവര് കുട്ടികളുടെ ഇടയിലുള്ള ഒരു കളിയാണ്.
അതില് ഇവര് 3 ഗ്രൂപ്പുകളായിട്ട് തിരിയും. അതില് ചിലര് കള്ളന്മാരാവും, ചിലര് ആടുകളാവും, ചിലര് കാവൽക്കാരാവും. അപ്പൊ ഈ ആടുകളെ കുറച്ചുപേര് മോഷ്ടിച്ചു കൊണ്ടുപോകും. ഈ മോഷ്ടാക്കളായിട്ടിരിക്കുന്ന കള്ളന്മാരായിട്ടിരിക്കുന്ന ആൾക്കാര് ഈ ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകും. ആടുകളായിട്ട് അഭിനയിച്ച് കളിക്കുകയാണ്. അതും ഗോപബാലന്മാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാവൽക്കാര് ഈ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആടുകളെ കണ്ടുപിടിക്കണം. അതാണ് കളി. അപ്പൊ അങ്ങനെ അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്ക് ഈ വ്യോമാസുരൻ കയറി ചെന്നു എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. മയൻ എന്ന അസുരന്റെ പുത്രനായിട്ടുള്ള മായാവിയായിട്ടുള്ള വ്യോമാസുരൻ ഭഗവാനെ നിഗ്രഹിക്കാൻ മനസ്സിൽ ഉറപ്പിച്ച് അവരുടെ അടുക്കലേക്ക് ചെന്നു. ആ സമയത്ത് ഭഗവാനും കൂട്ടരും ഒളിച്ചുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ചിലര് കള്ളന്മാരായിട്ടും, ചിലർ ആടുകളായിട്ടും, ചിലർ കാവൽക്കാരുമായിട്ടും നിൽക്കും. ആടുകളെ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകും. ആ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആടുകളെ കണ്ടുപിടിക്കുന്നതാണ് കാവൽക്കാരുടെ ജോലി. അങ്ങനെയുള്ള കളി നമ്മളൊക്കെ ഒളിച്ചു കളിക്കുന്നത് പോലെ തന്നെ അവര് കളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഇടയിലേക്ക് വ്യോമാസുരൻ കയറി ചെന്നു. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. സചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാപി തതേ ശിലാപിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർത്തിതോ ഭൂത്. സചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാപി തതേ ശിലാപിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർത്തിതോ ഭൂത്. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ കള്ളന്മാരായിട്ടും രക്ഷകന്മാരായിട്ടും അല്ലെങ്കിൽ കാവൽക്കാരായിട്ടും ഒക്കെ കളിക്കുന്ന ഇടയ കുട്ടികളുടെ ഇടയിലേക്ക് കള്ളനായിട്ടാണ് വ്യോമാസുരൻ ചെന്നത്. അതായത് കള്ളനായിട്ട് കളിക്കുന്ന ഗോപബാലന്മാരുടെ കൂടെ കൂടി. എന്നിട്ട് ഈ അസുരൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പശുക്കുട്ടികളെയും പശുക്കളെയും ഗോപബാലന്മാരെയും ഒക്കെ കൂട്ടി ഒരു ഗുഹയുടെ ഉള്ളിൽ കൊണ്ടുചെന്നു. എന്നിട്ട് ആ ഗുഹയുടെ വാതില് കല്ലുകൊണ്ട് അടച്ചു കളഞ്ഞു. അപ്പോ ഇതറിഞ്ഞ ഭഗവാൻ അവിടെ എത്തി. എന്നിട്ട് അവനെ ആ വ്യോമാസുരനെ മർദ്ദിച്ച് അവനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഈ കള്ളന്മാരായും രക്ഷകന്മാരായും കളിക്കുന്ന ഇടയ കുട്ടികളുടെ ഇടയിലേക്ക് കള്ളനായി വ്യോമാസുരൻ കയറി ചെന്നു. എന്നിട്ട് ആ പശുക്കുട്ടികളെയും ഗോപപാലന്മാരെയും ഒക്കെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഗുഹാമുഖം വലിയൊരു കല്ലുകൊണ്ട് അടച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് പുറത്ത് കിടക്കാൻ സാധിക്കില്ലല്ലോ. ആ ഗുഹയുടെ അകത്ത് അവര് പെട്ടുപോയി. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തി ഇവനെ മർദ്ദിച്ച് ആ ഇടയ കുട്ടികളെ രക്ഷപ്പെടുത്തി ഈ അസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ഏവം വിദൈശ്ചാദ്ഭുത കേളിഭേദൈരാനന്ദമൂർച്ഛാമതുലാം വ്രജസ്യ പദേ പദേ നൂതനയന്ന സീമാം പരാത്മരൂപിൻ പവനേശ പായ. ഏവം വിദൈശ്ചാദ്ഭുത കേളിഭേദൈരാനന്ദമൂർച്ഛാമതുലാം വ്രജസ്യ പദേ പദേ നൂതനയന്ന സീമാം പരാത്മരൂപിൻ പവനേശ പായ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പരമാത്മസ്വരൂപ ഗുരുവായൂരപ്പ ഇങ്ങനെ പലതരത്തിലുള്ള ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ക്രീഡകൾ കൊണ്ടും ആ ഗോകുലത്തെ ആനന്ദാധിക്യം കൊണ്ട് അടിക്കടി ഇങ്ങനെ അതിരില്ലാതെ പുതുക്കുന്ന അവിടുന്ന് എന്നെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 71ാമത്തെ ദശകവും അവസാനിപ്പിക്കുകയാണ്. ഭട്ടതിരിപ്പാട് പറയാണ്, പരമാത്മ സ്വരൂപ ഗുരുവായൂരപ്പ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ക്രീഡകൾ കൊണ്ടും ആ ഗോകുലത്തിലുള്ള ആൾക്കാർക്ക് അതിയായിട്ടുള്ള ആനന്ദാധിക്യം എന്നാ പറയുന്നത്. ഈ ആനന്ദാധിക്യം ഒരിക്കലാണോ ഭഗവാൻ കൊടുക്കുന്നത്? അല്ല, അടിക്കടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അടിക്കടി ഇങ്ങനെയുള്ള ആനന്ദാധിക്യം കൊടുത്ത് പുതുക്കുന്ന അവിടുന്ന് എന്നെയും രക്ഷിക്കണമേ, എന്റെ കാര്യം കൂടി അങ്ങ് പരിഗണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 71ാമത്തെ ദശകം അവസാനിപ്പിക്കുന്നു.
അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. യത്നേഷു സർവേഷ്വപി നാവകേശി കേശി സ ഭോജേഷി തുരിഷ്ടബന്ധു ത്വാം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈർനാദൈ സമുദ്വേജിത സർവലോക ഭവദ്വിലോകാവതി ഗോപവാടി പ്രമർദ്ധ്യ പാപ പുനരാപതത്വാം താർക്ഷ്യാർപ്പിതാം ഘ്രേസ്തവ താർക്ഷ്യയേഷ ചിക്ഷേപ വക്ഷോ ഭുവി നാമപാദം ഭൃഗോപദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത് പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ജലം ദ്രാഗമും ച ചിക്ഷേപിത ദൂരദൂരം സമൂർച്ഛിതോപി ഹ്യതി മൂർച്ഛിതേന ക്രോധോഷ്മണാ ഖാദിതുമാതൃതസ്ത്വാം ത്വം വാഹദണ്ഡേ കൃദതീശ്ച വാഹാദണ്ഡം യദാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗദാസു സപ്തി ഭവന്നപ്യയമൈക്യമാഗാത് ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാസ്ത്വാം തുഷ്ടുവു കേശവനാമധേയം കംസായ തേ ശൗരിസുതത്വമുക്ത്വാ തം തത്വതോത്കം പ്രതിരുദ്ധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂ കഥാപി ഗോപൈ സഹ കാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാം മയാത്മജ പ്രാപ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോപരോധി സചോരപാലായിതവല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂംശ്ച ഗുഹാസു കൃത്വാപി തതേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർത്തിതോ ഭൂത് ഏവം വിദൈശ്ചാദ്ഭുതകേളിഭേദൈരാനന്ദമൂർച്ഛാമതുലാം വ്രജസ്യ പദേ പദേ നൂതനയന്ന സീമാം പരാത്മരൂപിൻ പവനേശ പായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 71 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ദശകങ്ങൾ വരെയുള്ള പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ കുറച്ചെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ പഠിച്ചു പോകുന്നവർക്ക് അത് പൊക്കോട്ടെ എന്ന് കരുതിയാണ് ഇപ്പൊ 71 ദശകം ഞാൻ അപ്ലോഡ് ചെയ്തത്. കാരണം നമ്മൾ എല്ലാ ദശകത്തിലും ഇപ്പൊ മുഴുവൻ ശ്ലോകങ്ങളും ചൊല്ലുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ ദശകത്തിന്റെ വീഡിയോയുടെയും അവസാനം നമ്മൾ ഒന്നിച്ച് ചൊല്ലുന്ന ശ്ലോകങ്ങളുണ്ട്. അപ്പൊ അത് പാരായണം മാത്രമായിട്ട് ഇടുന്നത് പോലെ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വൈകിപ്പിക്കുന്നത്. അധികം വൈകാതെ ഇടാം. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഇപ്പൊ 70 ദശകങ്ങൾ വരെ പൂർത്തിയാക്കിയല്ലോ. അപ്പൊ ഞാൻ അടുത്ത പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 56 ദശകം തൊട്ട് 70 വരെയുള്ളത് ഒന്നിച്ചൊരു പ്ലേലിസ്റ്റ് ആക്കാണ്. ഇപ്പൊ ഈ നമ്മുടെ 71 ദശകം തൊട്ട് നമ്മൾ ഇനി ഒരു പുതിയ പ്ലേലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഞാൻ ആ പ്ലേലിസ്റ്റ് 70 വരെ എന്നുള്ളത് ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ പുതുതായിട്ട് വീഡിയോസ് കാണുന്ന പലരും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാ പറയുന്നത്, നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം ഓരോരോ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരും. അപ്പൊ അതിൽ പ്ലേലിസ്റ്റുകൾ കാണും. ആ പ്ലേലിസ്റ്റുകളിൽ പോയി കഴിഞ്ഞാൽ
നാരായണീയം ദശകം ഇത്ര തൊട്ട് ഇത്ര വരെ എന്നുള്ള പല പ്ലേലിസ്റ്റുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്കുള്ള വീഡിയോസ് ഉണ്ടാവും. ഇനി അഥവാ ഏതെങ്കിലും അതിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിച്ചാൽ മതി. അപ്പൊ തന്നെ ഞാൻ ആ വിട്ടുപോയിട്ടുള്ള ദശകം, അങ്ങനെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ചില ദശകങ്ങൾ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസ് കാണണം. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 72ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.